നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മാത്രമേ അത് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. മറ്റു പല കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ പരാജയപ്പെടുന്ന ഒരിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടു പോകും. പ്രൊമോട്ട് ചെയ്യാൻ പരാജയപ്പെടുന്നത് നമ്മൾ എപ്പോഴും വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളിൽ തന്നൊരു ആത്മവിശ്വാസം കാണത്തില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആകുമോ, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും, പരിഹസിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഒട്ടുമിക്ക ആൾക്കാർ നമ്മളെ എല്ലാവരെയും ഹണ്ട് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ അറ്റ് എനി കോസ്റ്റ് പ്രൊമോട്ട് അവേഴ്സെൽസ്, നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കരിയറിന് വേണ്ടിയാലും ശരി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു വർത്തുവയിലായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ആവശ്യമുണ്ട്. എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഓൺലൈനായാലും ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പേഴ്സൺ ടു പേഴ്സൺ, ഇപ്പോൾ നമ്മൾ വ്യക്തികളെക്കാണ് നമ്മൾ സംസാരിക്കുക. ഒന്നുകിൽ ഇപ്പോൾ ഇഫ് യു ആർ സീക്കിങ് എ ജോബ്, ഇപ്പം നിങ്ങളൊരു ജോബ് സീക്കറാണെങ്കിൽ, ഒരു ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസി തുടങ്ങി, ഫ്രീലാൻസിങ് തുടങ്ങി, അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലയൻസിനെ ലഭിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് ഓർഡറുകൾ കിട്ടുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുകയോ, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കരിയർ സീക്കിംഗ് ആണെങ്കിൽ, ജോബ് സീക്കിംഗ് ആണെങ്കിലും, നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്നും, അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആണെന്നും മറ്റുള്ളവർ ജോലി തരാൻ കഴിയുന്നവരോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വഴി കാണിച്ചു തരാൻ കഴിയുന്നവർക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും ചെയ്തില്ലെങ്കിൽ തന്നെയും കുറച്ച് ആൾക്കാർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നമ്മളെ അഡ്വർടൈസ് ചെയ്താൽ മാത്രമേ, നമ്മളെക്കുറിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പ്രൊഫൈൽ, അത് നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ, ഞാൻ പറഞ്ഞ ജോലി അന്വേഷിക്കുന്നൊരു കാൻഡിഡേറ്റിൻ്റെ തരത്തിലുള്ളൊരു പ്രൊഫൈലായാലും, നമ്മളൊരു ബിസിനസ് മാൻ, കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഫ്രീലാൻസർ എന്നുള്ളൊരു പ്രൊഫൈലായാലും, മറ്റേത് തരത്തിലുള്ള വൊക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴും വി ഹാവ് ടു പ്രൊമോട്ട് അവർ സെൽസ്. ഇഫ് യു ആർ എ പൊളിറ്റീഷ്യൻ ഇല്ലേ, നമുക്ക് ഇഫ് യു ആർ എ സിനി സ്റ്റാർ, അവരെല്ലാം ചെയ്യുന്ന സെൽഫ് പ്രൊമോഷനാണ്. പിന്നെ മറ്റുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി അവരെ പ്രൊമോട്ട് ചെയ്യുന്നു. അത് സെൽഫ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് ബി ഷൈ. നമ്മൾ ഒരു നാണം കുണുങ്ങിയായിട്ട് പുറമോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക, ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നവർക്ക് മെസ്സേജ് അയക്കുക, ഇമെയിൽ അയക്കാൻ പറ്റുന്നവർക്ക് ഇമെയിൽ അയക്കുക, വാട്സപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ വ്യാപകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബുണ്ട്. യൂട്യൂബ് ചാനൽസ് ഉള്ളവർക്ക് അങ്ങനെ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ്, പിന്നെ എന്താണ് പറയുന്നത്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ ട്വിറ്ററുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ആ ഒരു പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവൃത്തി മേഖലയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മളെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഏത് തരത്തിലുള്ള സക്സസ്സിന് മറ്റുള്ളവർ നമുക്ക് ഫേവർ ചോദിക്കാം, അതിനകത്ത് തെറ്റുകളൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ തന്ത്രപരമായിട്ട് നമുക്ക് അവസരങ്ങൾ നേടിയെടുക്കാം മറ്റുള്ളവരിൽ നിന്നും. ഇതിനൊന്നും യാതൊരു നാണവും വിചാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. കാരണം ലോകം അങ്ങനെയുള്ളതാണ്. ലോകത്തെ നമ്മൾ കാണുന്ന ലോകം അങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. അവസരങ്ങൾ ആരെയും തേടി അങ്ങോട്ട് ചെല്ലാറില്ല, അവസരങ്ങൾ നമ്മൾ തേടി പിടിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള മാർഗങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ നമുക്ക് സാധൂകരിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, നമ്മളെ പ്രൊമോട്ട് ചെയ്യാതെ, നമ്മളെ അഡ്വക്കേറ്റ് ചെയ്യാതെ ഒന്നും നമുക്ക് കാര്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം മറ്റുള്ളവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തില്ല ഒരിക്കലും. ഒരിടത്തും മറ്റുള്ളവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം നമ്മളതിനെ
ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ മറ്റുള്ളവർക്കും അതിൻ്റെ പ്രയോജനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും അവരെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരത്തുള്ളൂ. എന്നാലൊരു സാധാരണ ഒരു കോമൺ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആവറേജിലൊരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മൾ സ്വയം നമ്മളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ജോബ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കരിയർ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റേത് തലത്തിൽ നമ്മൾ വർത്തിക്കുന്ന ഒരു വ്യക്തിയായാലും ശരി, ഡോണ്ട് ബി ഷൈ ആൻഡ് പ്രൊമോട്ട് യുവർ സെൽഫ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ മാക്സിമം നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, സെൽഫ് പ്രൊമോട്ട് ചെയ്യുക, നമ്മളുടെ തന്നെ PR വർക്ക് നമ്മൾ ഏറ്റെടുക്കുക. അപ്പം ലഭ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും സോഷ്യൽ മീഡിയ ആയാലും ശരി, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടായാലും ശരി, നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 തലങ്ങളിൽ നമ്മൾ പരമാവധി അഗ്രസീവായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഡോണ്ട് ബി ഷൈ, പ്രൊമോട്ട് യുവർ സെൽഫ് അറ്റ് എനി കോസ്റ്റ്.